ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചപ്പാത്തി, പത്തിരി, പുലാവ്, ഗീ റൈസ് അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ കുറുകിയ ചാറുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ മഹാറാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ നമുക്കിതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കണം. ഇപ്പോൾ പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 കിലോ ചിക്കന് വേണ്ടിയുള്ള മസാലയാണ് പറയുന്നത്. 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, 3/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, 3/4 ടീസ്പൂൺ ഷാജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, തക്കോലം പകുതി പീസ്, 1.5 ഇഞ്ച് സൈസിൻ്റെ 2 പീസ് പട്ട, 6 ഏലയ്ക്ക, ഞാൻ ചെറുതായതുകൊണ്ട് ഒരെണ്ണം കൂടെ കൂടുതലെടുത്തതേ ഉള്ളൂ, 8 ഗ്രാമ്പൂ, പിന്നെ ചെറിയൊരു പീസ് ജാതിപത്രി, ജാതിക്കയുടെ തൊലി, ഒരു 1/4 ഇഞ്ച് സൈസിൻ്റെയൊക്കെ മതി, ഒരുപാട് വേണ്ട. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് മുളകും കൂടെ ചേർക്കണം. ഇതിപ്പോൾ 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ മുളക് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി, അതായത് പിരിയമുളക്, ഒരു നിറത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം കൂടെ ഒന്ന് ഇളക്കാം. ഈ മസാലയൊക്കെ മൂത്തൻ്റെ നല്ലൊരു മണം വരും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ആറി കഴിഞ്ഞിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് പൊടിക്കരുത്. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ എടുത്തേക്കുന്നത്. ഇതിലോട്ട് പൊടിച്ച മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് എരിവെള്ള മുളക് പൊടി. ഇത് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് നിറച്ച് തൈര്, അത് 125 ml. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. തൈര് എടുക്കുമ്പോൾ ഒരുപാട് പുളിക്കുന്നത് എടുക്കണ്ട. പുളി ഇല്ലാത്തതോ അല്ലെങ്കിൽ ലൈറ്റായിട്ട് പുളിയുള്ളതോ ആയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ നേരം ഒന്ന് അടച്ചു മാറ്റി വെച്ചേക്ക്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ മീഡിയം സൈസിലെ 2 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി. അരയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി 3-4 കട്ട് ചെയ്താൽ മതി. പിന്നെ 15 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള 15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വലുതല്ല, എന്നാൽ മീഡിയത്തിനേക്കാട്ടിലൊക്കെ കുറച്ചും കൂടെ വലിപ്പമുണ്ട്. 1.5 ഇഞ്ച് സൈസിൻ്റെ 1 പീസ് ഇഞ്ചി. വെളുത്തുള്ളിയാണ് കുറച്ച് കൂടുതൽ എടുക്കേണ്ടത് ഇഞ്ചിയെക്കാട്ടിൽ. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പം വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ കുറച്ച് നെയ്യ്. അപ്പോൾ ഇത് നെയ്യിൽ മാത്രം ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നെയ്യ് മാത്രം എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്താലും മതി. നെയ്യ് ഇഷ്ടമില്ലാത്തവർ നെയ്യ് ചേർക്കണമെന്നില്ല, എണ്ണ മാത്രമായിട്ട് എടുക്കാം. ഒന്ന് ചൂടാകുമ്പോൾ 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിൽ ഒരു സവാള ചെറുതായിട്ട് എരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സവാള നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറാകണം. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ പോയി നല്ലതായിട്ടൊന്ന് വരണ്ട് വരണം. എന്നിട്ട് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പേസ്റ്റ് പോലെ അരച്ചതുകൊണ്ട് ഇത് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കണം. തീ കൂട്ടി വെക്കരുത്, അങ്ങനെയാണെങ്കിൽ ഇത് കയ്യിലോട്ട് തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ പച്ചമണമൊക്കെ മാറി ഈ ഒരു നിറമായിട്ടുണ്ട്. വെള്ള നിറമൊക്കെ മാറിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഒക്കെ ആയിട്ട് 20 മിനിറ്റ് നേരം വഴറ്റി കൊടുത്തായിരുന്നു. ഇനി ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഈ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവേലും ഉണങ്ങിയത്, അതുപോലെ 3 പച്ചമുളക് നടുവിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിന് ഉണങ്ങിയ ഉലുവേലയൊക്കെ മെയിനായിട്ട് ചേർക്കും. അപ്പോഴതിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം ഇളക്കാം. ഈ ഒരു രീതിയിലായിട്ടുണ്ട്. കുറച്ചൊരു ലൂസായിട്ട്. അപ്പോൾ 5 മിനിറ്റ് അല്ല, 2-3 മിനിറ്റും കൂടെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ചൂടാക്കിയ വെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ.
അതുപോലെ പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യമേ കുറച്ചേ ഇട്ടുള്ളായിരുന്നു. ഞാനിതിലോട്ട് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. 20 മിനിറ്റ് നേരമെങ്കിലും അടച്ചു വെക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയും കൊടുക്കണം. ഇതിപ്പോൾ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു കുറുകിയ ചാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ സൂപ്പറായിരിക്കും. അതുപോലെ പത്തിരി, ഒറോട്ടി, പിന്നെ ദോശ, വേണമെങ്കിൽ അപ്പം, ഇടിയപ്പം അതിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാം. പിന്നെ ഇതിൽ ഫ്രഷ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നല്ല കുറുകിയ ചാറായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചാറൊക്കെ കണ്ടില്ല, നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക്